ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ ചെറിയൊരു എന്താ പറയുക, വൈകുന്നേരം സമയമായിരുന്നു. ഞാൻ പുറത്തൊക്കെ ഇറങ്ങി കുറച്ച് കാറ്റെല്ലാം ആസ്വദിച്ചിട്ടാണ് അകത്തേക്ക് കയറിയിരിക്കുന്നത് നമ്മുടെ കിച്ചണിലേക്ക്. അപ്പോൾ ഞാൻ വീണ്ടും നമ്മളുടെ കിച്ചണിൽ തന്നെയാണ്, അതായത് നമ്മളുടെ മേളത്തെ കിച്ചൺ. ഇതിങ്ങനെ മാറി മാറി വരുന്നുണ്ടല്ലേ, നമ്മളുടെ താഴത്തെ നമ്മളുടെ സ്വന്തം കുഞ്ഞടുക്കളയും മേളത്തെ കുറച്ച് മോഡേൺ ആയിട്ടുള്ള കിച്ചണും. എന്തായാലും ഇവിടെ വരുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഇത്രയും സ്പേസ് യൂട്ടിലൈസേഷനാണ്, നമുക്ക് കുറച്ച് കൂടുതൽ സ്ഥലം വേണം എന്നുള്ളപ്പോഴാണ് അത്തരം വിഭവങ്ങൾ ചെയ്യുമ്പോൾ ഈ അടുക്കള വളരെ കംഫർട്ടബിളാണ്. അപ്പോൾ ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്താ അറിയുമോ, അപ്പോൾ ക്രിസ്മസ് അടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്, ഇനി അധികം ദിവസമൊന്നുമില്ല. അപ്പോൾ കേക്ക്സിൻ്റെ റെസിപ്പീസ് കുറഞ്ഞു പോകാൻ പാടില്ലല്ലോ. അപ്പോൾ ഇന്ന് ഇലക്ട്രിക് അവനും ഇല്ലാത്തവരും പിന്നെ മൈക്രോവേവ് കൺവെക്ഷൻ മോഡൽ ഇല്ലാത്തവരും, ഈ രണ്ടും ഇല്ലാത്ത ആൾക്കാർക്കും ഉണ്ടാക്കാനായിട്ട് നമുക്ക് ധാരാളം കേക്ക്സ് കുക്കറിലുണ്ടാക്കാമെന്ന് ഞാൻ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. അല്ലാതെ ഇഷ്ടംപോലെ യൂട്യൂബിൽ ധാരാളം വീഡിയോസ് പലരും ഇടുന്നുണ്ട്. കൂടാണ്ട് നമ്മൾ പാനിൽ വെച്ചിട്ട്, കണ്ണാടിയുള്ള അടപ്പുള്ള പാനിൽ വെച്ച് ചൂട് കട്ടിയുള്ളൊരു പാത്രത്തിനകത്ത് വെച്ച് വരെ നമുക്ക് കേക്ക് ഉണ്ടാക്കാം. അത് വ്യത്യാസം ഒരു കുഴപ്പമില്ല, നല്ല കേക്ക്സ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ തുടങ്ങുമ്പോൾ കുറച്ച് സംശയങ്ങളുണ്ടാകും, സെൽഫ് കറക്ഷനിലൂടെ അതും കറക്റ്റായിട്ട് വരും. ഇപ്പോൾ അതൊന്നുമല്ല, ഞാനൊരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ ഇതൊരു സ്റ്റീംഡ് കേക്കാണ്. സ്റ്റീംഡ് കേക്ക് എന്ന് പറയുമ്പോൾ എന്താ, ആവിയിൽ വേവിച്ചെടുക്കുന്ന കേക്ക്. അപ്പോൾ വട്ടയപ്പം നമ്മൾ സ്റ്റീം ചെയ്തല്ലേ എടുത്ത്, അതുപോലൊരു കേക്കാണ്. പക്ഷേ ഇതൊരു കേക്കാണ്, അതായത് അപ്പത്തിൻ്റെ ടെക്സ്ചറല്ല വരാൻ പോണേ. ചോക്ലേറ്റ് കേക്ക് ഇങ്ങനെ സ്റ്റീം ചെയ്തെടുത്താൽ എങ്ങനെ ഉണ്ടാകും, വളരെ ഗംഭീരമായിരിക്കും അല്ലേ. അപ്പോൾ അത് എൻ്റെ ബുക്കിൽ തന്നെ, അത് കുറേ നാൾ മുമ്പ് ഞാൻ ചെയ്ത ഒരു റെസിപ്പിയാണ്, ഞാനത് തപ്പിയെടുക്കുമായിരുന്നു. സ്റ്റീംഡ് ചോക്ലേറ്റ് കേക്ക് നല്ല റിസൾട്ടായിരുന്നു, അതിന് ഒരുപാട് നല്ല അഭിപ്രായം കേട്ടൊരു കേക്കാണ്. അന്നൊരു പക്ഷേ കണ്ടിട്ടുള്ള ഒരുപാട് പേരുണ്ടാകാം, എങ്കിലും കാണാത്ത ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ബാക്കിയുണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിന്ന് സ്റ്റീംഡ് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ ഒരു സ്റ്റീമർ വേണം. അപ്പോൾ സ്റ്റീമർ ഞാൻ താഴെ നിന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ട്, അതിവിടെ റെഡിയാണ്. ഇനി ബാക്കി കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മളൊരു പേപ്പർ ആദ്യം ഇട്ടിട്ട് തുടങ്ങാം, അതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മൾക്ക് ക്ലീനിങ് ജോബ് കുറയും. ഇതിപ്പോൾ ഞാൻ ബട്ടർ പേപ്പർ ഇടുന്നു, പക്ഷേ നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ ആയാലും കുഴപ്പമില്ല കേട്ടോ, ഏതെങ്കിലും ഒരു പേപ്പർ. അപ്പോൾ ആ പേപ്പർ അങ്ങ് മാറ്റിയാൽ മതിയല്ലോ. അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ്, പ്രധാനമായിട്ട് മൈദ മാവ്. ഇതിനിപ്പോൾ മൈദ മാവ് 1 കപ്പ് മൈദ മാവാണ്. അപ്പോൾ മൈദ മാവ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്, നമ്മളൊരു മെഷർമെൻറ്റ് വേണമല്ലോ നമുക്ക് കറക്റ്റായിട്ട്. ഷാർപ്പായിരിക്കണം നമ്മളുടെ മെഷർമെൻറ്റ്സ്. 1 കപ്പ് മൈദ മാവ്. അപ്പോൾ 240 ml കപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് വേണ്ടത് വെണ്ണ വളരെ കുറച്ച് മതി, ഓക്കെ. പിന്നെ മുട്ട 1 ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ മൈദമാവ് എടുത്ത് വെച്ചല്ലോ. അതുകൂടാണ്ട് വേറെ 2-3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് വരുന്നത് സോഡാപ്പൊടി ആൻഡ് ബേക്കിംഗ് പൗഡർ, രണ്ടും വേണം. അത് രണ്ടും എടുക്കാം. എന്നിട്ട് ഒരു കാര്യം ചെയ്യട്ടെ, അതിങ്ങനെ വയ്ക്കാം. എന്നിട്ട് ഇത് അരിക്കാനുള്ള സാധനം ഇത് രണ്ടും ഇവിടെ ഇരിക്കട്ടെ. പിന്നെ വേണ്ടത് പാലാണ്. പാൽ 1 കപ്പ് ഇവിടെ റെഡിയാണ്. 1 മുട്ടയുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും റൂം ടെമ്പറേച്ചറിലായിരിക്കും, അത് വളരെ പ്രധാനം. അതായത് നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ഊഷ്മാവ്, അതാണ് വേണ്ടത്. ഇനി വേണ്ട എന്താണെന്നറിയും, വിനാഗിരി. അപ്പോൾ പാൽ ഇവിടെ റെഡിയാണ്. ഇനി ഈ പാല് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ട്, ചെറിയൊരു കാര്യം നോക്കിക്കോളൂ, 1 കപ്പ് ഓഫ് മിൽക്ക്, സാധാരണ പാല്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിനിഗർ ഒഴിച്ചിട്ട് നമ്മളൊരു സാർ മിൽക്കാണ് ഉണ്ടാക്കുന്നത്. സാർ മിൽക്ക് എന്ന് പറഞ്ഞാൽ പാലിങ്ങനെ പിരിക്കുകയാണ്. 1, ഇതാണ് ഈ കേക്കിൻ്റെ ടെക്സ്ചർ കറക്റ്റാക്കി തരുന്ന കാര്യം. 2 ടേബിൾ സ്പൂൺ ഓഫ് വിനിഗർ, വിനാഗിരി 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് ഒരു സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. അതവിടെ ഇങ്ങനെ ഇരുന്നോളും, ഓക്കെ. അതിങ്ങനെ ചെറുതായിട്ടൊന്ന് സ്റ്റയർ ചെയ്തിട്ട് വയ്ക്കാം, സെറ്റായിരിക്കും. പിന്നെ അപ്പോൾ അതായാലോ. ഇനി നമ്മളുടെ ബേക്കിംഗ് പൗഡറും ഇതിനകത്തോട്ട് ആദ്യം മൈദ മാവിടുന്നു. ആ മെഷർ ചെയ്ത് വെച്ച 1 കപ്പ്. അതിൻ്റെ കൂടെ ബേക്കിംഗ് പൗഡർ ആൻഡ് സോഡാപ്പൊടി. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണും സോഡാപ്പൊടി 1/2 ടീസ്പൂണാണ് വേണ്ടത്. ഇത് നോക്കിക്കോളൂ. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇനി ഒരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടി, സോഡിയം ബൈകാർബണേറ്റ്. സോഡാപ്പൊടി 1/2 ടീസ്പൂൺ.
ഈ സാർ മിൽക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയോ? ഇതിലിപ്പോൾ സോഡാപ്പൊടിയുടെ അംശമുള്ളത് കൊണ്ട്, ഞാൻ എപ്പോഴും പറയില്ലേ, സോഡാപ്പൊടി ചേർന്ന് വരുന്ന ബേക്കിംഗ് കാര്യങ്ങളിൽ എപ്പോഴും ഒരു സിട്രസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒന്നുകിൽ നാരങ്ങ നീരാകാം, അല്ലെങ്കിൽ തൈരാകാം. ഇതിപ്പോൾ സാർ മിൽക്കാണ്. ഈ സാർ മിൽക്കിൽ വിനാഗിരിയുടെ അംശമുണ്ട്. അപ്പോൾ വിനീഗറും കൂടി വരുന്നതുകൊണ്ട് കറക്റ്റായിട്ട് ആ ഒരു സോഡാപ്പൊടിയുടെ ഇഫക്റ്റ് കുറച്ചുകൂടെ കൂട്ടുകയും അതിൻ്റെ ഒരു ദോഷവശങ്ങൾ മാറ്റിത്തരുകയും ചെയ്യും. ആ രുചിയിലുണ്ടാകുന്ന ഒരു അരുചി മാറ്റുന്നത് ഈ ഒരു ചെറിയ പുളിയുള്ളൊരു എലിമെൻറ്റ് ചേർക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ തൽക്കാലം സ്പൂൺ കൊണ്ടുവന്ന് മിക്സ് ചെയ്തു. അപ്പോൾ അത് ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി ഒരു കാര്യം കൂടിയുണ്ട് നമ്മൾ മൈദാമാവിലേക്ക് മിക്സ് ചെയ്യാൻ, അതായത് നമ്മുടെ കൊക്കോ പൗഡർ. അപ്പോൾ നല്ല ഡാർക്കായിട്ടുള്ള കൊക്കോ പൗഡർ വാങ്ങിയാലേ ആ ചോക്ലേറ്റ് കേക്കിന് ആ ഒരു കളർ കിട്ടുള്ളൂ. 4 ടേബിൾ സ്പൂണാണ് വേണ്ടത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് എടുക്കാം. 1, എൻ്റെ കയ്യിലിരിക്കുന്ന നല്ല ഡാർക്കായിട്ടുള്ള കൊക്കോ പൗഡറാണ്. അതും ഇതുപോലെ തന്നെ മെഷർമെൻറ്റ്സ് എല്ലാം വളരെ വളരെ കറക്റ്റായിരിക്കണം. അങ്ങനെ 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും എടുത്ത് ഇത് കുറച്ച് ഭയങ്കര എന്താ പറയുക, പൗഡേർഡ് ഫോമാണ്. അത് പെട്ടെന്ന് നമ്മളുടെ കയ്യിലേക്ക് ആകും. ഞാൻ വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ പേപ്പർ ഇട്ടിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഏത് പൊടി വീണാലും ഇതിനകത്ത് തന്നെ ഉണ്ടാവും. ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. ഒരു നുള്ള് ഉപ്പ്, സോൾട്ട് ഒരു നുള്ള് മതി. അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത്, ഒരു നുള്ള് തന്നെ വേണമെന്നില്ല, 1/2 നുള്ളായാലും മതിയാകും. ഇനി നമ്മളിത് വീണ്ടും ഒന്നുകൂടി ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്യും. കണ്ടല്ലോ, അപ്പോൾ ഈ 3 എല്ലാ കാര്യങ്ങളും ഇതിലായി. മൈദ, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ ആൻഡ് സോഡാപ്പൊടി. ഫസ്റ്റ് ഇളക്കലിങ്ങനെ ആയിക്കോട്ടെ. ഇതിൽ ഒരുവിധമൊക്കെ മിക്സ് ആകും, പക്ഷേ ഇനി നമ്മൾ ഇടഞ്ഞെടുക്കുകയും കൂടെ വേണം അടുത്ത റൗണ്ട്. അതവിടെ ഇരിക്കട്ടെ. പാലും വിനീഗറും റെഡിയാണ്. ഇനി പൊടിച്ച പഞ്ചസാര, ഇതേ ബക്കറ്റിലല്ലേ ഞാൻ പൊടിച്ച പഞ്ചസാര വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ പ്രശ്നമില്ല. ധാരാളമായിട്ട് ഓരോ പ്രാവശ്യവും പൊടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പൊടിച്ച പഞ്ചസാരയിൽ നിന്ന് നമ്മൾ 1 കപ്പ് എടുക്കുന്നു. തീർന്നുകൊണ്ടിരിക്കുവാണ്, എങ്കിലും ആവശ്യത്തിനുണ്ട്. ചെറിയ കട്ടയൊക്കെ ഉണ്ടാവും, ഒന്ന് അരിച്ചെടുക്കാം. അപ്പോഴേ കറക്റ്റ് ആവുള്ളൂ. കളയാനൊന്നുമില്ല, അഴുക്കൊന്നുമില്ലല്ലോ. ചെറിയ ചെറിയ കട്ട ഉണ്ടാവും, അതൊന്ന് ശരിയാക്കുക, അത്രേ ഉള്ളൂ. ഭദ്രമായി അടച്ചു വെക്കട്ടെ. ഒട്ടും തന്നെ ഈർപ്പമൊന്നും പറ്റാൻ പാടില്ല. ഇനി ആവശ്യമുള്ളതല്ലേ. അപ്പം ഞാൻ എൻ്റെ വർക്ക് സ്പേസ് എല്ലാം ഇങ്ങനെ കറക്റ്റാക്കി വെച്ചിരിക്കുക. ഇനി എന്താ വെച്ചാൽ ഇതിൽ ഒരുപാട് വെണ്ണ വേണ്ട. ഇതിൽ 1 ടീസ്പൂൺ വെണ്ണ ഉരുക്കിയതാണ് വേണ്ടത്. അപ്പോൾ ഒരല്പം വെണ്ണ എടുത്തിട്ട് ഞാൻ ഉരുക്കാൻ പോവുകയാണ്. മെൽറ്റഡ് ബട്ടർ ആണ് വേണ്ടത്. കുറച്ച് ഇത് ഉരുകി കഴിയുമ്പോൾ 1 സ്പൂണൊക്കെ ധാരാളം ഉണ്ടാവുമല്ലോ, കുറച്ച് മതി. ഉരുകിയിട്ടൊന്ന് തണുക്കണം കേട്ടോ, അതായത് ചൂടോടുകൂടി നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമില്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പോൾ ഇതിപ്പോൾ സ്റ്റീം ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ സ്റ്റീമറിൽ എൻ്റെ ഈ പാത്രത്തിൽ തന്നെയാണ് എപ്പോഴും ചെയ്യുന്നത്. സ്റ്റീമറിൻ്റെ പാത്രമാണ്, അപ്പോൾ ഇതിനും അത് തന്നെ ഉപയോഗിക്കാം. സാധാരണ നമ്മൾ കേക്ക് ടിന്നിൽ ഒഴിച്ച് ബേക്കിംഗ് മോഡിലേക്കൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ വെണ്ണ തടവിയിട്ട് എന്താ പറയുക, കുറച്ച് മൈദ തടവി ഡസ്റ്റ് ചെയ്ത് അങ്ങനെ പ്രിപ്പയർ ചെയ്യും. പക്ഷേ ഇത് സ്റ്റീമിംഗ് മോഡായതുകൊണ്ട് വെണ്ണ തടവിയാൽ മാത്രം മതി. ഈ നമ്മൾ മൈദ വെച്ച് കോട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. സ്റ്റീമിംഗ് പ്രോസസ്സ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇച്ചിരി വെണ്ണ തടവുക. അത് ഇളകി വരാനായിട്ട് ആ രീതിയിൽ ചെയ്ത് വയ്ക്കണം. ഇപ്പോൾ ഉരുക്കുമ്പോൾ നമുക്ക് കുറച്ച് വെണ്ണയും കൂടി കിട്ടും, അപ്പോൾ അതും കൂടി ഉപയോഗിക്കാം. എക്സ്ട്രാ വരും. ഇതൊക്കെ തന്നെ ഉരുകി കഴിഞ്ഞു. 1 ടീസ്പൂണല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ 1 ടീസ്പൂണിൽ കൂടുതൽ ഇതിലിപ്പോൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാനിപ്പോൾ എടുക്കുന്നു. പ്രിപ്പയറിങ് കേക്ക് ടിൻ എന്ന് തന്നെ പറയാം ഈ രീതിയിൽ. വെണ്ണ നന്നായിട്ട് ഉരുകി തീ ഓഫ് ചെയ്തു. അപ്പോൾ അത് തണുത്ത്, അത്യാവശ്യം തണുത്തിരിക്കും. വീണ്ടും കട്ടിയാകാൻ പാടില്ല, ചെറുതായിട്ട്. ഇനി എന്താ, അപ്പോൾ ടിന്ന് റെഡി. ഇനി ഞാൻ സ്റ്റീമറിൽ കുറച്ച് വെള്ളം എടുത്ത് ഇപ്പോഴേ നമുക്കൊന്ന് ചൂടാക്കാൻ വയ്ക്കാം. അപ്പോൾ കേക്ക് ബാറ്റർ തയ്യാറാക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ
സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ട് സ്റ്റീം ചെയ്യാനായിട്ട് തിളയ്ക്കാനായിട്ട് വെക്കാം. കുറച്ചേറെ സമയം സ്റ്റീം ചെയ്യണം. ഏതാണ്ട് പാത്രത്തിൻ്റെ പകുതിയോളം ഞാൻ വെള്ളം എടുത്തു. തൽക്കാലം ഈ അടുപ്പിലിരിക്കട്ടെ. അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മളുടെ ബട്ടർ മേക്കിംഗ് തുടങ്ങാം. അപ്പോൾ ഇത് നന്നായിട്ട് ഓയിൽ ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഒന്നുകിൽ എണ്ണ അല്ലെങ്കിൽ ഇതുപോലെ വെണ്ണ കൊണ്ടിങ്ങനെ തടവും. അപ്പോൾ എല്ലാം സെറ്റായി. അതായത് നമ്മൾ വെണ്ണ ഉരുക്കി വെച്ചു. 1 ടീസ്പൂണേ ആവശ്യമുള്ളൂ കേട്ടോ, അതിന് ഉരുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഇനിയിപ്പോൾ ചേമോണമായിട്ട് നോക്കിക്കോളൂ. ഞാൻ 1 മുട്ട, ഇപ്പോൾ നമ്മൾ 1 കപ്പ് പൊടിച്ച പഞ്ചസാര, അതിലേക്ക് 1 മുട്ട ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. അങ്ങനെ 1 മുട്ട പൊടിച്ച പഞ്ചസാരയിലേക്ക് ചേർക്കും. അപ്പോൾ ഹാൻഡ് ബ്ലെൻഡർ ആണെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നടക്കും. നമ്മൾ കയ്യിൽ വെച്ച് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ സമയം എടുക്കും. തടിത്തവി കൊണ്ട് നല്ലതായിട്ട് സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആക്കി എടുക്കാം. അത്രേ ഉള്ളൂ. 2 രീതിയിലും ചെയ്യാം, നിർബന്ധമില്ല ഈ കാര്യം. അപ്പോൾ നമ്മളിപ്പോൾ എഗ്ലെസ് ആയിട്ട് ഇതിപ്പോൾ 1 മുട്ടയെ ചേർത്തിട്ടുള്ളെങ്കിൽ 1 മുട്ട പോലും ഉപയോഗിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, അത് ടോട്ടലി എഗ് ഫ്രീ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പഞ്ചസാരയുടെ അളവ് ഇച്ചിരി ഒന്ന് കുറച്ചിട്ട് ഒരു 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് ഒരു 1/2 ടീൻ മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്താൽ വേണം. അപ്പോൾ 2 കൂടി ചേർത്ത് നന്നായിട്ട് പതപ്പിക്കണം. എന്നിട്ട് അതിലേക്ക് ഒരല്പം വാനില എസൻസ്. ഓക്കെ, എസൻസും കൂടി ചേർത്ത് വീണ്ടും നമ്മളത് ബീറ്റ് ചെയ്യും. അപ്പോൾ മുട്ടയും നമ്മൾ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തൊരു നല്ലൊരു ക്രീമി ആയിട്ട് നല്ലൊരു പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ വെണ്ണ ഉരുക്കി വെച്ചിരിക്കുന്നത് ഇപ്പോൾ തണുത്തിരിക്കുവാണ്. അത്യാവശ്യം കൂളായി. റൂം ടെമ്പറേച്ചർ അത് 1 ടീസ്പൂൺ. ദേ കറക്റ്റ് 1 ടീസ്പൂൺ. അപ്പോൾ നന്നായിട്ട് യോജിച്ചല്ലോ. ഇനി ഇതിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന ഈ മൈദ മാവും കൊക്കോ പൗഡറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, സോഡാപ്പൊടിയും ബേക്കിംഗ് പൗഡറും ഉപ്പും എല്ലാം കൂടി, അതിനെ ഇടഞ്ഞ് ഇതിനകത്തേക്ക് ചേർക്കണം. ആദ്യം ഒരു പകുതി, ഓക്കെ, ഫുള്ളായിട്ട് പെടണമെന്ന് നിർബന്ധമില്ല. കുറേശ്ശെ ചേർക്കാം. ഇങ്ങനെ എടുത്തിട്ട് നമ്മളിത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇതാണ് സാർ മിൽക്ക്. അതായത് അറിയാലോ ഇതെങ്ങനെ ചെയ്തതെന്ന്. അപ്പോൾ അതും കൂടി ചേർക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനി നമുക്ക് ഈ ഹാൻഡ് ബ്ലെൻഡറിൻ്റെ ആവശ്യം തന്നെ ഇല്ല. വേണമെങ്കിൽ തടിത്തവിയിലേക്ക് മാറാം. എന്നിട്ട് ഓക്കെ, സാവധാനം നന്നായിട്ട് യോജിപ്പിക്കും. അപ്പോൾ ആദ്യത്തെ ലോട്ട് ഇട്ടു, ആദ്യം നമ്മൾ ഇട്ടല്ലോ. ഇനി ബാക്കിയും കൂടി അതുപോലെ തന്നെ ഇരിക്കുന്ന മാവ്. ഓക്കെ, എല്ലാ കാര്യവും എല്ലാം ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആവുമല്ലോ. സോഡാപ്പൊടിയുടെയും ബേക്കിംഗ് പൗഡറും ഒക്കെ ഇങ്ങനെ ഇടഞ്ഞ്, അതുമാത്രമല്ല ഒരു ഏറിയേഷനും നടക്കും ഇങ്ങനെ പൊക്കി നമ്മൾ അരിക്കുവാണെങ്കിൽ. എന്നിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇത് കണ്ടല്ലോ അല്ലേ, സാർ മിൽക്കിൻ്റെ ബാക്കി ഭാഗം കൂടി ചേർക്കും. കണ്ടു കഴിഞ്ഞാൽ തൈര് പോലെ തന്നെ ഇരിക്കുന്നു അല്ലേ. എന്നാൽ പക്ഷേ വലിയ പുളിയൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു പുളി ഉണ്ടാവുള്ളൂ, ഓവറാവില്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ബലം വേണ്ട, അതുകൊണ്ടാണ് ഞാൻ തടിത്തവി ഉപയോഗിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ലാസ്റ്റ് ഇച്ചിരം കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ ചേർക്കുന്നു. സാർ മിൽക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളുമായി. നോക്കിക്കോളൂ, ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റീംഡ് ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കുക. ക്ലിയറായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായല്ലോ അല്ലേ? ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാം. ഇത് നന്നായിട്ട് യോജിപ്പിക്കുക. അപ്പോൾ നല്ലൊരു വാനിലയുടെയൊക്കെ മണമൊക്കെ വരുന്നുണ്ട്. നല്ല ഫ്ലഫി ആയിട്ടിരിക്കുന്നില്ലേ ബാറ്റർ, അതാണ് നമുക്ക് വേണ്ടത്. ബാറ്റർ കാണുമ്പോൾ തന്നെ അറിയണം നല്ല ഫ്ലഫി ആണെങ്കിൽ കേക്ക് സ്വാഭാവികമായും നല്ല പതഞ്ഞ് നല്ല പൊങ്ങി വരും, കറക്റ്റായിട്ട് ആ ടെക്സ്ചർ കിട്ടും. ഓക്കെ, നമ്മൾ ഓവറാക്കേണ്ട ആവശ്യമില്ല, കറക്റ്റായിട്ട് മിക്സ് ചെയ്യുന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ സ്റ്റീമറിൻ്റെ അകത്തേക്ക്
നമ്മുടെ ട്രേ വയ്ക്കണു. എന്നിട്ട് ഞാൻ സ്റ്റീവിൻ്റെ തീയൊക്കെ ഇച്ചിരി ഒന്ന് കുറച്ചിട്ടു. ഇൻ ബിറ്റ്വീൻ ചെറിയ സ്ലോയിലാക്കി. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തല്ലോ. ഇനി എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യും. വലിയ ചൂടില്ല, ഒരു മീഡിയം ചൂടേ ഉള്ളൂ. ഇപ്പോൾ നോർമലി കേക്ക്സ് ഇങ്ങനെ ടാപ്പ് ചെയ്യുന്ന പോലെ നമ്മൾ ടാപ്പ് ചെയ്യുന്നു. എന്നിട്ട് ആവി ഒട്ടും തന്നെ പുറത്തോട്ട് പോകാത്ത രീതിയിൽ ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ടോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ എന്തെങ്കിലും കൊണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്യണം. ഇതിനകത്തേക്ക് ഈർപ്പമൊന്നും വീഴാനും പാടില്ല. ഫുള്ളി കവേർഡ്. ഓക്കെ, സൈഡ്സൊക്കെ നന്നായിട്ട് പിടിച്ച് വെച്ചു. ഇനി പാത്രം അടച്ചിട്ട് തീ കൂട്ടി കൊടുക്കാം. നല്ല സ്റ്റീം കയറട്ടെ. അങ്ങനെ നമ്മുടെ സ്റ്റീംഡ് കേക്ക് റെഡിയാകും. ഇനി വെയിറ്റിംഗ് ടൈമാണ് 45 മിനിറ്റ് സമയം വെയിറ്റ് ചെയ്യണം. നല്ല ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. നല്ല ആവി കയറട്ടെ. എന്നിട്ട് 45 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളത് നോക്കും. ഇനി ഞാൻ ഇവിടേക്ക് ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. ക്ലിയർ ചെയ്യാം. അപ്പോൾ ക്ലിയറിംഗ് ഒക്കെ വളരെ ഈസിയാണ്. കാര്യം കുഴപ്പമില്ല, അതേ നോക്കിക്കോളൂ. ഈസി വർക്ക്. പേപ്പർ മാറ്റിയപ്പോൾ ക്ലീൻ. ടേബിൾ ടോപ്പ് ക്ലീൻ അല്ലേ? ബാക്കി ഇതിലിരിക്കുന്ന എല്ലാ വേസ്റ്റും നമ്മൾ ഡംപ് ചെയ്യാം. അപ്പോൾ ഈ പേപ്പർ വേണമെങ്കിൽ നമുക്ക് റീയൂസ് ചെയ്യുകയും ചെയ്യാം. കുറച്ച് കഴുകൽ മാത്രമേ ബാക്കിയുള്ളൂ. അത് ഞാൻ ചെയ്തിട്ട് കറക്റ്റ് അതെല്ലാം കഴുകിയെല്ലാം വെച്ച് വരുമ്പോൾ ഇത് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഒരു 45 മിനിറ്റ് സമയം കഴിഞ്ഞ് ഞാനിങ്ങനെ സമയം നോക്കിയിരിക്കുന്നു. 5 മിനിറ്റ് കൂടെ എക്സ്ട്രയും കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഓഫ് ചെയ്താലോ? യെസ്. ഇനി നാം പതുക്കെ തുറന്ന് നോക്കാം. നല്ല ചൂടായിട്ടിരിക്കുവാണ്. ഓക്കേ. അപ്പോൾ ഈ സ്റ്റീമിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയാലോ? അതെ നോക്കിക്കോളൂ, കംപ്ലീറ്റ് ആവി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ അടയ്ക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം അകത്തിങ്ങനെ അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തെന്താ വെച്ചാൽ ഇങ്ങനെ വെള്ളം താഴേക്ക് വീണിട്ട് ആ കേക്ക് സ്പോയിൽ ആവാതിരിക്കാനാണ്. ഇതിപ്പോൾ സ്റ്റീംഡ് കേക്കായിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വട്ടയപ്പം പോലെ അല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. ആ ഒരു വ്യത്യാസമുണ്ട്. ഭയങ്കര ചൂടാണ്. തീപ്പൊള്ളലിനെക്കാട്ടി പാടാണ് ഈ ഇങ്ങനെ സ്റ്റീം കൊണ്ട് നമ്മൾ കൈ പൊള്ളിയാൽ. യെസ്, കറക്റ്റ്. കേക്ക് ഈസ് റെഡി. ഇനി ഒന്ന് കുത്തി നോക്കാം. ആസ് യൂഷ്വൽ നമ്മൾ സാധാരണ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു കമ്പ് വെച്ചിട്ട് യെസ് ക്ലിയറായിട്ട് വരുന്നു. അതിൻ്റെ അർത്ഥം നന്നായിട്ട് വെന്തു. സൈഡ്സ് നിന്നൊക്കെ വിട്ട് വരാൻ പറ്റിയ രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. കുഴപ്പമില്ല. സോഫ്റ്റ് ആൻഡ് ഫ്ലഫി. യെസ്. അപ്പോൾ അലൂമിനിയം ഫോയിലൊക്കെ മാറ്റി കാര്യങ്ങളൊക്കെ ഇനി വേറൊന്നും ചെയ്യാനില്ല. ഇത് നല്ല ചൂടായത് കൊണ്ട് സൂക്ഷിച്ച് എടുത്ത് ഇനി നന്നായിട്ടൊന്ന് തണുക്കട്ടെ. ആ ആവിയൊക്കെ ഒന്ന് പോയിട്ട് ഡിമോൾഡ് ചെയ്യാം. ആഹാ, എന്ത് സോഫ്റ്റ് അറിയോ? തൊടുമ്പോൾ തന്നെ അറിയാം. ഇറ്റ്സ് എ വെരി വെരി സോഫ്റ്റ് ടെക്സ്ചേർഡ് കേക്ക്. നമ്മളുടെ സ്റ്റീംഡ് ചോക്ലേറ്റ് കേക്ക് അങ്ങനെ റെഡി. നല്ല മണവും വരുന്നുണ്ട്. നല്ല ചോക്ലേറ്റ് കേക്കിൻ്റെ ഒരു മണം. ഒരല്പം സമയം ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ ഇതൊന്ന് തണുക്കണ്ടേ. ഇപ്പോൾ നന്നായിട്ട് തണുത്തു. ഞാൻ ഈ AC-യുടെ താഴെ കൊണ്ട് വെച്ചിരിക്കുമായിരുന്നു പെട്ടെന്ന് തണുക്കാനായിട്ട്. എന്നിട്ട് നമ്മളൊന്ന് ഇനി എന്തെങ്കിലും ഒന്ന് ഇളകാനായിട്ട് പ്രശ്നമെല്ലാം തോന്നുകയാണെങ്കിൽ ഇങ്ങനെ സൈഡ് ഇങ്ങനെ നമ്മുടെ ഒരു സ്പൂൺ കൊണ്ടോ കത്തി കൊണ്ടോ ഇങ്ങനെ ആക്കിയാൽ ഒരു ബുദ്ധിമുട്ടും വരില്ല ഇളകാൻ. പിന്നെ നമ്മൾ ഓയിൽ ചെയ്തിട്ടല്ലേ ചെയ്തേ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അരച്ചിടാം. ഓക്കേ, ഡീമോൾഡിങ് ഈസി കണ്ടല്ലോ. ഓക്കെയാണ്. ഇതാണ് പാത്രം. നമ്മളുടെ ഡീമോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പാത്രത്തിലിങ്ങനെ ലാസ്റ്റ് പാർട്ട്. ഇനി ഇതിന് എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ശരിക്കും ഒരു കേക്ക് തന്നെയല്ലേ. ഇനി ഇത് വേണമെങ്കിൽ തിരിച്ചിടാം. യെസ്. ഇപ്പോൾ നിങ്ങൾക്ക് ഐസിങ് എന്തെങ്കിലും ചെയ്യണം, ഫ്രോസ്റ്റിംഗ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെ ഫ്രോസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് എന്തെങ്കിലും വേണമെങ്കിലും കൊടുക്കാം. ഇതൊന്നും ഇല്ലാണ്ട് കഴിക്കാനും ഗംഭീരമായിരിക്കും.
അപ്പോൾ ഈസി ആയിട്ട് നമ്മളൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയില്ലേ, അതും ഒന്നും വേണ്ട, നമ്മൾ സാധാരണ പുഴുങ്ങിയെടുക്കുന്ന ഒരു ചോക്ലേറ്റ് കേക്ക്, സ്റ്റീംഡ് ചോക്ലേറ്റ് കേക്ക്. അപ്പോൾ ഇതേ ബാറ്റർ തന്നെ നിങ്ങൾക്കിപ്പോൾ ഇലക്ട്രിക് അവനിൽ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, വേണമെങ്കിൽ ഇലക്ട്രിക് അവൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സ്റ്റീം കൊടുത്ത് വേണമെങ്കിലും ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ഇതുപോലൊരു പാത്രത്തിന് പകരം നമ്മൾ ഓവനിൽ വെക്കുന്ന ഇൻഡാലിയം പാത്രമോ അല്ലെങ്കിൽ ഗ്ലാസ് വെയറിനോ അകത്ത് വെച്ചിട്ട് ഇതിനെക്കാട്ടിലും കുറച്ചുകൂടി വലിയൊരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഈ പാത്രത്തിൻ്റെ ഇതുവരെ മാത്രമേ ആ ചൂടുവെള്ളം നിൽക്കാൻ പാടുള്ളൂ. അത് ഇറക്കി വെച്ചിട്ട് 2 പാത്രം കൂടി ചേർത്തിട്ട് ഓവനിൽ വെച്ച് വേണമെങ്കിൽ ഇതുപോലൊരു 30 മിനിറ്റ് സമയം കൊടുത്ത് 30 to 40 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ദാറ്റ് ഈസ് അതൊരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ കുക്കറിൽ നമ്മൾ സാധാരണ കുക്കർ കേക്ക് ചെയ്യുന്ന പോലെയും ചെയ്യാം. പിന്നെന്താ, പാത്രത്തിൽ പാനിൽ തന്നെ വേണമെങ്കിലും ആവി കയറ്റി എന്ന് പറയുമ്പോൾ താഴത്തെ തട്ടിൽ വെള്ളമുണ്ടല്ലോ, അതിൻ്റെ ആവിയിലാണ് വേകുന്നത്. വെറുതെ ഒരു പാനിൽ ചൂട് കട്ടിയുള്ള പാനിലാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നതെങ്കിൽ അത് ശരിക്കും ചുട്ടെടുക്കുന്ന പോലെ തന്നെയാണ്, വേറെ ഒന്നുമില്ല, ആവിയൊന്നും വരില്ല. അല്ലാതെ ആ ഒരു പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് തന്നെയാണ് അത് ബേക്കായി വരുന്നത്, ചുട്ട് എടുക്കുന്ന പോലെ. ഇതൊന്നുമല്ല, ഇത് ശരിക്കും സ്റ്റീമിങ് പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഈ കേക്ക് എടുത്തത്. പക്ഷേ എക്സാക്ട്ലി ഒരു സാധാരണ ഒരു കേക്ക് പോലെ തന്നെ ആ ഒരു ടെക്സ്ചറിൽ തന്നെ കിട്ടും. അപ്പോൾ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, കട്ട് ചെയ്തിട്ട് വെക്കാനായിട്ടൊരു പ്ലേറ്റ് എടുക്കാനാണ് ഞാൻ പോയത്. ഓക്കെ, അപ്പോൾ ഇത് കട്ടിങ്, ഒരു കത്തി എടുക്കട്ടെ. എൻ്റെ സെറിഗേറ്റഡ് നൈഫുണ്ട്. അപ്പോൾ ഇതിന് ഐസിങ് പോലത്തെ കാര്യങ്ങളോ ഫ്രോസ്റ്റിങ്ങോ ഫില്ലിങ്ങോ കൊടുക്കണമെങ്കിൽ ഇത് വെച്ചിട്ട് നടുക്കായിട്ട് 2 പീസായിട്ട് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് അകത്ത് ഫില്ലിങ് കൊടുക്കാം. എന്നിട്ട് തിരിച്ചടച്ച് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഫ്രോസ്റ്റിംഗ് വിപ്ഡ് ക്രീം കൊണ്ടാകാം, അല്ലെങ്കിൽ ബട്ടർ ക്രീം കൊണ്ടാകാം, അതല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് ഗനാഷ് ആകാം, എങ്ങനെ വേണമെങ്കിലും. ഓക്കെ, നമുക്ക് കട്ട് ചെയ്താലോ? എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. സ്ക്വയർ ഷേപ്പ് ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ എന്തായാലും ഇതിനൊരു കറക്റ്റ് ഷേപ്പ് വേണമെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യാം, സൈഡ്സ് ആദ്യം മുറിച്ച് മാറ്റിയിട്ട്, ഇത് വെറുതെ കഴിക്കാമല്ലോ, എന്നിട്ട് ഓൾ സൈഡ്സ്. അകത്തെ ടെക്സ്ചർ നോക്കൂ, കാണുമ്പോൾ മനസ്സിലാവുന്നല്ലേ, സ്പോഞ്ചി, നല്ല സ്പഞ്ചി ആയിട്ടിരിക്കണം. ഇനി ഇത് നമ്മൾ സ്ക്വയർ പീസസ് ആയിട്ടാണ് ഞാനിപ്പോൾ മുറിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നോക്കൂ, ദേ നമ്മളുടെ ചോക്ലേറ്റ് കേക്ക് റെഡി. സാധാരണ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ അതേ ടെക്സ്ചർ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനി ഇങ്ങനത്തെ പീസാണ് കട്ട് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. സ്റ്റീമിംഗ് മെത്തേഡിലാണ് നമ്മളിത് ചെയ്തതെങ്കിലും കണ്ടു കഴിഞ്ഞാലോ എടുത്തു കഴിഞ്ഞാലോ ആ ഒരു ടെക്സ്ചറേ അല്ല, ശരിക്കും ഒരു പുഴുങ്ങിയെടുത്ത ഫീലിങ്ങേ അല്ല. നല്ലൊരു ചോക്ലേറ്റ് കേക്ക് അല്ലാണ്ട് നമ്മൾ ബേക്ക് ചെയ്തെടുത്താൽ എങ്ങനെയുണ്ട്, അതുപോലെയാണ്. അകത്തെല്ലാം നല്ല സ്പോഞ്ചി, വെരി ടേസ്റ്റ്, നല്ല ചോക്ലേറ്റി ടേസ്റ്റ്. മധുരമൊക്കെ ഒരു മോഡറേറ്റേ ഉള്ളൂ. ഇനി മധുരം ഇതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര അളവ് ഇച്ചിരൂടെ വേണമെങ്കിലും കേൾക്കാം. 1 കപ്പ് എന്നുള്ള 1.25 വരെ ആകാം. പക്ഷേ വേണ്ട, ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര രസകരമാണ്. ഇനി ഇതിനൊരു ഫ്രോസ്റ്റിംഗ് കൊടുക്കണമെങ്കിൽ ഒരു ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് കൊടുത്താലും ഗംഭീരമായിരിക്കും. ഞാനിപ്പോൾ അത് ഈ വീഡിയോയുടെ ലെങ്ത് വളരെ കൂടി പോകും എന്ന് വിചാരിച്ചിട്ട് ആ ഫ്രോസ്റ്റിംഗ് പാർട്ട് വേണ്ട വിചാരിച്ചാണ്. അല്ലായിരുന്നെങ്കിൽ ഞാൻ അതും കൂടി കാണിക്കാമായിരുന്നു, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രോസ്റ്റിംഗ് ഇല്ലാണ്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റിയൊരു കേക്കാണിത്. ഇതെല്ലാവർക്കും ഇഷ്ടമാവും, വെരി ടേസ്റ്റി. ഓക്കെ, ഇന്ന് കഴിക്കാൻ ആരുമില്ല, ടേസ്റ്റ് നോക്കാൻ ആരും വന്നിട്ടില്ല ഇന്ന്. നിങ്ങൾക്ക് തരണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങളാരും ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് കാണിച്ചത്. ഓക്കെ, ഇനി സന്തോഷം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇത്രയും നേരം ക്ഷമയോടുകൂടി വളരെ വളരെ സന്തോഷം. ഇതെല്ലാം ട്രൈ ഔട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ തരണം. പിന്നെ നമ്മളുടെ തന്നെ യൂട്യൂബ് ഫാമിലിയുടെ ഒരു ഫേസ്ബുക്കിലൊരു ഗ്രൂപ്പുണ്ട്, ലക്ഷ്മി നായർ വ്ളോഗ്സ്, LN വ്ളോഗ്സ് യൂട്യൂബ് ഫാമിലി ഗ്രൂപ്പ്. അതിനകത്ത് പോസ്റ്റ് ചെയ്താലും സന്തോഷമായിരിക്കും. എന്തായാലും സന്തോഷം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.